ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ സൗത്ത് ആഫ്രിക്ക ഇന്ത്യ ക്രിക്കറ്റ് കളി കണ്ടില്ലേ എല്ലാവരും? ഭയങ്കര കഷ്ടമായി പോയിട്ടത്, ഭയങ്കര കഷ്ടം. കാര്യം ഇതിനൊക്കെ കാരണം നമ്മുടെ സൂര്യകുമാർ യാദവിൻ്റെ ഓവർ കോൺഫിഡൻസ് ആണ്. ആ പ്രസ് മീറ്റിങ്ങിലൊക്കെ പുള്ളി പറയണ കേട്ടില്ലേ, സഞ്ജുവിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ ആരെ മാറ്റണം, തിലക് വർമ്മേനെ മാറ്റണോ, അഭിഷേക് ശർമ്മനെ മാറ്റണോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കരമായിട്ടുള്ള രീതിയിലൊക്കെയാണ് ആ പ്രസ് ക്ലബ്ബിൽ മീറ്റിൽ സംസാരിച്ചത്. സഞ്ജു 8 ബോളിൽ 22 റൺസ് അടിച്ച് പുള്ളി അത്യാവശ്യം ഫോമായി വന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ പുള്ളീനെ വെറുതെ എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട ടീമിനെയൊക്കെയാണ് അവർ അതിൻ്റെ അകത്ത് എടുത്തേക്കണത്. അതായത് നല്ല ഫോം ഔട്ട് ആയിട്ടുള്ള ആൾക്കാരെയാണ് അവർ ഇപ്രാവശ്യം എടുത്തേക്കണത്. ഫോമിലുള്ള ആൾക്കാരെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തേക്കണത്. അപ്പോൾ അതുകൊണ്ട് ഓവർ കോൺഫിഡൻസ് വന്നുപോയി സൂര്യകുമാർ യാദവിന്. അതാണ് ഇന്നലത്തെ തോൽവിക്ക് കാരണം. വെറും 20 റൺസ് എടുത്തപ്പോഴേക്കും അവരുടെ 3 വിക്കറ്റ് പോയതാണ്. 3 വിക്കറ്റ് പോയി. ഫാസ്റ്റ് ബോളേഴ്സിന് നല്ല സപ്പോർട്ടായിട്ട് നിന്നിരുന്ന ഒരു പിച്ചായിരുന്നത്. മുംബൈ നന്നായിട്ട് ബോൾ ചെയ്തു. അതേപോലെ വരുൺ ചക്രവർത്തിനെയൊക്കെ മില്ലർ വന്നിട്ട് എന്തടി അടിക്കണം. വരുൺ ചക്രവർത്തിനെ ആരും തൊട്ടിട്ടില്ല ഇതുവരെ. പക്ഷേ മില്ലർ നല്ല ക്ലാസ് കളി കളിച്ചത്. മില്ലർ നല്ല രീതിയിൽ കളിച്ച് നല്ലൊരു സ്കോറിലേക്ക് അവർ എത്തിച്ചു. പക്ഷെ നമ്മുടെ ബാറ്റ്സ്മാൻമാർ എന്താ കാണിച്ചത്? ഫസ്റ്റ് തന്നെ വന്ന് അഭിഷേക് ശർമ്മ ഫോമായിട്ട് നിൽക്കണോണ്ട് ഇഷാൻ കൃഷ്ണൻ നല്ല രീതിയിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങേരിക്ക് പ്രഷറായിപ്പോയി. കാര്യം അഭിഷേക് ശർമ്മ ആദ്യം അടിച്ച് കഴിഞ്ഞാൽ ഔട്ടായി പോയാലെന്ന് ഓർത്തിട്ട് പുള്ളി കയറി ആദ്യം അടിച്ച് പുള്ളി ഔട്ടായി. പുള്ളി നല്ലൊരു പ്ലെയറാണ്, പുള്ളി നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പുള്ളി പോയി. അത് പുള്ളിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എന്നാൽ തന്നെയും ബാക്കിയുള്ള പ്ലെയേഴ്സൊക്കെ കൊണ്ട് എന്താ കാണിച്ചത്? മൊത്തത്തിൽ സംഭവം നശിപ്പിച്ച് കളഞ്ഞില്ലേ? കളി തോറ്റുപോയി. ഇനിയിപ്പോൾ സൂപ്പർ 8 കയറണമെന്നുണ്ടെങ്കിൽ നല്ല റൺ റേറ്റ് വേണം. ഇന്ത്യക്ക് റൺ റേറ്റൊക്കെ കുറവാണ്. ഇനി 2 കളിയുണ്ട്. ഈ 2 കളിയിലും നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നല്ല റൺ റേറ്റ് വേണം, നല്ല സൂപ്പർ 8 കയറാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, സിക്കന്ദർ റാസ സിംബാബ്വേയുടെ അടുത്ത കളി സിംബാബ്വേയായിട്ടാണ്. സിംബാബ്വേയുടെ സിക്കന്ദർ റാസ ഭയങ്കര ഫോമിലല്ലേ നിൽക്കണം. അവർ ശ്രീലങ്കയിൽ പോയിട്ട് ശ്രീലങ്കനെ അടിച്ചിട്ടുള്ള നല്ല പവറിൽ നിൽക്കുകയാണ്. അപ്പോൾ അവരോടൊക്കെ ഇനി കളിച്ച് ജയിക്കണ കാര്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഇനിയെങ്കിലും ടീം സെലക്ഷൻ കമ്മിറ്റി നല്ല രീതിയിൽ ആലോചിച്ച് നല്ലൊരു ടീമിനെ ഇറക്കണം. സഞ്ജുവിന് അവസരം കൊടുക്കണം. സഞ്ജു ഉറപ്പായിട്ടും ഇനി കളിച്ച് കയറും. പിന്നെ നമ്മൾ മലയാളികളായിട്ടുള്ള നമ്മൾ സഞ്ജുവിന് നല്ലൊരു സപ്പോർട്ട് ഇപ്പോൾ കൊടുക്കേണ്ട സമയമാണ്. കാരണം ഇവരെക്കാൾ എന്തുകൊണ്ടും നല്ലൊരു പ്ലെയറാണ് സഞ്ജു 2 സെഞ്ചുറി അടിച്ചാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ. ആ സഞ്ജുവിനെ പുറത്തിരുത്തിക്കൊണ്ടാണ് അവർ കളിച്ചത്. അതൊക്കെ ശരിക്കും ഭയങ്കര അഹങ്കാരമായിട്ടുള്ളൊരു സംഭവമായിപ്പോയി. നമ്മളെല്ലാവരും സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യണം. സഞ്ജു അടുത്ത കളി കളിച്ചിരിക്കണം. ഉറപ്പായിട്ടും സഞ്ജു കളിച്ചാൽ ചാൻസസ് ഉണ്ട്. വലിയ സെഞ്ചുറി ഒന്നും അടിക്കുന്നല്ല, എന്നാലും സഞ്ജുവാണ് അർഹതപ്പെട്ട ഒരു ബാറ്റ്സ്മാൻ. അപ്പോൾ സഞ്ജു കളിക്കണം. അതിനുവേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇന്ത്യ വേൾഡ് കപ്പ് അടിക്കട്ടെ. എല്ലാം കാണാം. താങ്ക് യു.